ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സെബിൻ സെറേക്ക്. വെൽക്കം ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ ഞാനുണ്ട്, മമ്മിയുണ്ട്, അതുപോലെ തന്നെ പപ്പയുണ്ട്. നമ്മളൊരു ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി നാളായിട്ട് നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറയുന്നു മമ്മിയുടെ എന്തെങ്കിലും ഒരു കുക്കിംഗ് നമ്മുടെ ചാനലിൽ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമ്മൾ തന്നെ വെക്കാൻ പോകുന്നത് ചക്കപ്പുഴുക്കും മീൻകറിയും മുളക് പൊട്ടിച്ചത്. അപ്പോൾ എന്താണെങ്കിലും ആദ്യമായിട്ട് നമുക്ക് ചക്ക നന്നായിട്ട് വെട്ടി ഒരുക്കാം. അതുപോലെ തന്നെ അതൊന്ന് ചുള മാത്രം എടുത്ത് അത് ചകിണിയും അതുപോലെ കുരുവെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം. അത് കുറച്ച് നേരത്തെ പരിപാടിയാണ്. ചക്ക മമ്മിയും പപ്പയും കൂടെ നല്ല അടിപൊളിയായിട്ട് ഒരുക്കി നന്നായിട്ട് വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്ക ആയതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി വൃത്തിയായിട്ടുള്ള സാധനമാണ്. നമ്മൾ ഇതിനെ കഴുകുകയോ ഒന്നും വേണ്ട. ഇനി ചെയ്യാൻ പോകുന്നത് എന്താ മമ്മി? ഇതിനെടുത്ത് ഇതിനെ ചുമ്മാ വെള്ളം ഒഴിച്ച് അടുത്ത വേവിച്ച് വേവിക്കണം അല്ലേ? ഞാൻ ഇതുവരെ ചക്ക വേവിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ചക്ക വേവിക്കാൻ കൂടത്ത് നിൽക്കുന്നത് അല്ലേ? ആരും കൂടത്ത് നിന്നിട്ടില്ലെങ്കിലും ചക്ക കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ നമ്മൾ ചക്ക എല്ലാം കൂടെ നമ്മൾ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ചക്കയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പെടുക്കുക. ചക്ക വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം അല്ലേ? ഇത്രയും വെള്ളം മതി. വെള്ളം കൂടിപ്പോയാൽ ചക്ക കുഴഞ്ഞു പോകും. ഇച്ചിരി കുറഞ്ഞു പോയാൽ ചക്ക വേകാതിരിക്കും. തൊട്ട് നോക്കുമ്പോൾ വെള്ളത്തിന് പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ ആ വെള്ളം ചക്കയിലൊഴിക്കുമ്പോൾ ഇത്രയും ചക്കയ്ക്ക് ഇത്രയും വെള്ളവും അത്രയും ഉപ്പും മതിയാവും. ഇതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ട് ചക്ക നന്നായിട്ട് അമർത്തി വയ്ക്കുക. ആവി കൊണ്ടാണ് ഇത് വേണ്ടത്. താഴത്തെ വെള്ളം തിളയ്ക്കുമ്പോൾ ആവി കൊണ്ട് വേഗം ആ വെള്ളം പറ്റും. അപ്പൊ ചക്ക എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളയ്ക്കുന്നത് ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇത് നിറച്ച് വെള്ളമില്ല. ഇതിനകത്ത് ഒരു ഈ ലെവൽ വരെ വെള്ളം കാണത്തുള്ളൂ. ആ വെള്ളം തിളയ്ക്കുന്ന ആവി കൊണ്ട് വേണം നമ്മുടെ ചക്ക വേവാനായിട്ട്. നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഇനി ചക്ക വേവിക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം വെളിച്ചെണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ ജീരകം, വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പച്ചമുളക്. ഇതിൽ പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിലാണ് ടേസ്റ്റ്. നമുക്കിപ്പോൾ കാന്താരി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചമുളക് എടുക്കുകയാണ്. അരയ്ക്കാം. ചക്ക വേവിക്കുമ്പോഴേക്കും ചക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നതാണ് ജീരകം, അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക്, വെളുത്തുള്ളി. അപ്പൊ നമുക്ക് കുറച്ച് ജീരകം എടുത്ത് നമ്മുടെ മിക്സിയിലോട്ട് ഇടാം. അതിനുശേഷം ആവശ്യത്തിന് കുരുമുളക്, പിന്നെ വെളുത്തുള്ളി. അതിനുശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ഇടാം. കാന്താരിമുളക് ആണെങ്കിൽ വെറുതെ എടുത്ത് ഇട്ടാൽ മതി. ഇനി നമുക്കിതിനെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് അരയാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമുക്ക് ബാക്കി തേങ്ങയും കൂടി ഇടാം കേട്ടോ. നമ്മൾ ചിരണ്ടി വെച്ചേക്കുന്ന ബാക്കി തേങ്ങയും കൂടെ അതിലേക്ക് ഇടാം. ചക്ക വേവിക്കുമ്പോൾ കുറച്ചുകൂടെ തേങ്ങ വേണോ? നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇത് അരയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മുടെ അരപ്പ് അപ്പോൾ പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു ലെവലിന് അരഞ്ഞാൽ മതി. അപ്പോൾ ഇത്ര അരച്ചിട്ടുണ്ട്. ചക്ക ഇപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയി. നമുക്കപ്പോൾ ചക്ക വെന്തോന്ന് നോക്കാം. ചക്ക വെന്തോ മീ? ചക്ക വെന്തു. ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്നാണ് മമ്മിക്ക് അറിയത്തില്ല, എനിക്കറിയത്തില്ല. അരപ്പിടാം കേട്ടോ. അപ്പം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് നമുക്ക് ഈ ചക്കയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. അരപ്പിട നല്ല മണമുണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചക്കയുടെ മേളിൽ അരപ്പിനെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല. ഇനി അരപ്പൊന്ന് വേകുന്നിടം വരെ നമുക്ക് ഒന്നും കൂടെ മൂടി വെക്കാം. അരപ്പ് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം വേണം ചക്ക വേവാനായിട്ട്? 2 മിനിറ്റ് ചക്ക വെന്ത് കിട്ടുമോ? കഴിക്കാൻ പാകത്തിനാവോ? ഗൈസ്, എനിക്ക് ശരിക്കും പറയാൻ വിശക്കുന്നുണ്ട്. സമയം എത്രയാണെന്ന് കണ്ടല്ലോ. സമയം 1 മണി കഴിഞ്ഞു, 1:10 നമ്മുടെ ചക്ക അപ്പം ആയിട്ടുണ്ട്. ദൈവം നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി നല്ല പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ്. നോക്കി പച്ചക്കറിവേപ്പില കൂടിയിട്ടിട്ട് അടിപൊളി. അതും കൂടി ഇട്ട് ഇളക്കി കഴിയുമ്പോഴേക്ക് നല്ല മഞ്ഞ വെച്ച നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ.
നമുക്കിനി പെട്ടെന്നൊരു മീൻ കറി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് മീനിന്റെ അവൈലബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. നമുക്ക് കുറച്ച് മീനെ കിട്ടിയുള്ളൂ. അപ്പൊ നമ്മൾ പെട്ടെന്നൊരു മീൻ കറിയും അതിന്റെ കൂടുതൽ കുറച്ച് മുളക് പൊട്ടിച്ചത്. അപ്പോൾ ഈ മീൻ കറി വെക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, അതുപോലെ തന്നെ 2 ഇതള് കുടംപുളി, പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ വളരെ കുറച്ച് മീനും, ലോക്ക്ഡൗൺ മീനും കേട്ടോ, പിന്നെ വെളിച്ചെണ്ണ. ആദ്യമേ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാവേ. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. അടുപ്പ് കത്തിച്ച് നമ്മുടെ ചട്ടി എടുത്ത് നമുക്ക് വെക്കാം. നമ്മൾ മൺചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കടുകിടാം കേട്ടോ. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. അപ്പോൾ ആവശ്യത്തിന് ഉലുവ, നമുക്ക് കുറച്ച് മീനേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉലുവ ഇടുന്നുള്ളൂ. നമ്മൾ ഇനി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അതിലേക്ക് ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളേക്ക് ഓൾറെഡി 2 ഇതൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 ഇതൾ കറിവേപ്പില അതിനകത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുവാണ്. നമ്മൾ പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട്. എന്നാൽ ഈ പറയുന്നത്ര എരിവ് കാണുന്നില്ല. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർ അതിനനുസരിച്ച് മുളക് പൊടി ഇടുക. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, ഒരു സ്വല്പം വെള്ളം. ഇത് വെള്ളം പറ്റി വഴുന്നില്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെള്ളം വെച്ച് മുളക് പൊടിയുടെ കളർ മാറി നല്ലൊരു മണം വരും. എന്നിട്ട് എണ്ണ തെളിയുന്നവരെ ഈ അരപ്പ് വരട്ടണം. 3ാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ച് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ അരപ്പ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. തുമ്പൽ റെഡിയാണ്, ഇങ്ങനെ ഒരു വിധത്തിൽ കടിച്ചു പിടിച്ച് നിൽക്കുക. നമ്മുടെ അരപ്പ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ചട്ടിയെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മൾ കുടംപുളി 2 ഇതൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഇതൾ കുടംപുളി എടുത്തങ്ങിടുക. നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് മീനിടാം. എത്ര എടുക്കും തിളയ്ക്കാനായിട്ട്? 1 മിനിറ്റാണ്. നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മീൻ എടുത്തിടാം. മീൻ നമ്മൾ നേരത്തെ തന്നെ വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മീൻ കിട്ടാൻ ക്ഷാമമായതുകൊണ്ട് നമ്മൾ പുറത്തങ്ങ് പോകുന്നില്ല. ഇനി ഏകദേശം 20 മിനിറ്റ് ഈ മീൻകറി അപ്പം നല്ല ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡിയാകും. ഇനി നമ്മൾ അതിൻ്റെ പുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് പുളി നോക്കിയിട്ട് പുളി ആവശ്യമായപ്പോഴേക്കും നമ്മൾ പുളി എടുത്ത് മാറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മൾ തീ ഓഫ് ചെയ്യും കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് ഓക്കെ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും കറി ടേസ്റ്റ് ചെയ്യുന്നതാണ്. ചൂടൊക്കെ ഒന്ന് പോയി സെറ്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ കറി ടേസ്റ്റ് ചെയ്യുന്നതാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് പോയി മുളക് പൊട്ടിച്ചുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയോട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. മീൻകറിയുടെ കളറൊക്കെ കണ്ടല്ലോ. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ, നമ്മൾ തന്നെ വെച്ച കറി ആയതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
നമ്മൾ മീൻകറി കഴിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് എടുക്കുവാണ്. ഇനി ചക്ക. അടിപൊളി. നമുക്ക് അപ്പോൾ ചക്ക വിളമ്പി വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചക്കയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള കറി 2 കറിയാണ്. നമുക്ക് മീൻകറിയുണ്ട്, അതുപോലെ തന്നെ മുളക് പൊട്ടിച്ചതുണ്ട്. ഇതിനകത്ത് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ചോയ്സ് എന്തായിരിക്കും? മുളക് ചമ്മന്തി. മമ്മിക്ക് എന്താ മുളക് ചമ്മന്തിയാണ്? മുളക് ഫസ്റ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൾക്കാർ നമ്മൾ അറിയിക്കാനായിട്ട്, ഇപ്പോൾ മുളക് ചമ്മന്തി ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. മീൻകറിയാണ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഏതാ വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്കവാറും മീൻകറി ആയിരിക്കും അല്ലേ, അതോ മുളക് ചമ്മന്തി ആയിരിക്കും? ലൈക്ക് ആണോ കമന്റ് ആണോ കൂടുതൽ നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ആദ്യമായിട്ട് പപ്പ ടേസ്റ്റ് ചെയ്യട്ടെ. പപ്പ ഏതാ? മുളക് നോക്കാം. ഓക്കെ, ആദ്യം മുളക് ചമ്മന്തി നോക്കാം. ചക്ക നല്ല സൂപ്പറായിരുന്നു. ചക്ക മുളക് നല്ലതെന്ന് തോന്നുന്നു. നോക്കട്ടെ. മീൻകറി ടേസ്റ്റ് നോക്കി. മീൻ കറി കണ്ടിട്ട് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. മുളക് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേ ഒരു മീൻ കഷ്ണവും അതിലേക്ക് ദേ കുറച്ച് ചക്കയും കൂടെ എടുത്തിട്ട് എനിക്കാണോ? ഓക്കെ. ഞാൻ ഒരു കഴിച്ചിട്ട് കഴിക്കണം കേട്ടോ. സൂപ്പർ മീൻകറിയാണ്. നല്ല അടിപൊളി മീൻകറിയാണ്. ഞാൻ വെച്ച മീൻകറിയല്ല, അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് പൊക്കി പറയുന്നതല്ല. സൂപ്പർ മീൻകറി കേട്ടോ മമ്മി, അടിപൊളി. ഏരി വറുത്ത നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. മമ്മി ചോദിച്ചേ, മമ്മി ടേസ്റ്റ് ചെയ്യും. അങ്ങനെയുണ്ട്. ഞാൻ വെച്ചതുകൊണ്ടല്ല, നല്ല അല്ലേ. ഇനി ഞാൻ ഒരു ഇച്ചിരി മുളക് പൊട്ടിച്ചോടെ കൂടി കഴിക്കണം കേട്ടോ. മീൻകറി ഒരു രക്ഷയില്ല, അട്ടാറ് മീൻകറി. കുറച്ച് മുളക് പൊട്ടിച്ചതും കൂടെ കൂട്ടി. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് കഴിച്ചു തീർക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.